അത് ഡെന്നീസ് മുതലാളിയുടെ മകൻ ടോണി ഡെന്നീസ് ആണല്ലോ. പക്ഷെ ഒരു ലോട്ടറി എടുക്ക്. വേണ്ട ജോസൂട്ടി. നമ്മുടെ ഔസേപ്പ് മാഷ് വരുന്നുണ്ടല്ലോ. നമ്മുടെ കൊച്ചുപദേശി ഔസേപ്പ് മാഷ്. മാഷെ നമസ്കാരം. നമസ്കാരം. എടാ നീ അങ്ങനെ കളിയാക്കണ്ട. എടാ ഇത്ര അറിവും സ്നേഹവും വിവരമുള്ളൊരു മാഷ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ടല്ലേ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഉപദേശി മാഷ് എന്ന് വിളിക്കുന്നത്. അത് ബുദ്ധിയില്ലാത്തവരുടെ വെളിവുകേട്, പിന്നെ അറിവില്ലായ്മയുടെ അഹങ്കാരം എന്നും പറയും. ഞാൻ തന്നെ എൻ്റെ മോൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എല്ലാ പഠിപ്പിൻ്റെ കാര്യങ്ങളും ഞാൻ മാഷോട് ചോദിച്ചിട്ടാണ് ചെയ്തത്. എടാ നോക്കിയാൽ ഇപ്പം എൻ്റെ മോൻ അമേരിക്കയിലാണ്. അതാണ് മാഷിൻ്റെ ആ ഉപദേശം കിട്ടിയാലുള്ള ഗുണം. എടാ ഈ മാഷിൻ്റെ ഉപദേശം കേട്ട് രക്ഷപ്പെട്ടവര് മാഷിന് എന്തെങ്കിലും കൊടുക്കുമോ? അതാണ് ലോകം. കളിയാക്കാൻ വേണ്ടി മാത്രമേ ഇവരുടെ വായൊക്കെ തുറക്കുള്ളൂ. നമസ്കാരം. ഓ ഇരിക്കണേ. എന്തു പറയുന്നു ലോനക്കുട്ടി? സുഖം തന്നെ മാഷേ. മകന് സുഖം തന്നെയല്ലേ? നന്നായിരിക്കുന്നു മാഷേ. മാഷിന്റെ ഉപദേശം കിട്ടിയുള്ള ഗുണമാണ്. ശരി, ഒരു ചായയും ഒരു നെയ്റോസ്റ്റും എടുത്തേക്ക്. നമസ്കാരം മാഷേ. നമസ്കാരം. മാഷ എങ്ങോട്ടാ ഈ ധൃതിയിൽ? ഡെന്നീസ് മുതലാളിയുടെ വീട്ടിലോട്ടാ. ആ ഗൾഫുകാരൻ മുതലാളിയുടെ വീട്ടിലേക്കോ? മാഷ് എന്തിനാ അങ്ങോട്ട് പോണേ? ചുമ്മാ മുതലാളിയെ ഒന്ന് കാണണം. അയാളൊരു പൊങ്ങച്ചക്കാരനാ മാഷേ. അയാൾ മാത്രമല്ല, അയാളെ പെണ്ണും പിള്ളയും. പിന്നെ ഒരു മകനുണ്ട്, മഹാ തലതെറിച്ച സന്തതി. മാഷിനെ അവർക്ക് അത്ര പിടുത്തല്ലാന്ന് എനിക്കറിയാം. മാഷേ, ഞാൻ മാഷിനൊന്ന് കാണാതിരിക്കുകയായിരുന്നു. കൊള്ളാമല്ലോ, തേടിയ വള്ളി കാലിൽ ചുറ്റിയല്ലേ? മാഷേ, ഞങ്ങളുടെ മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, പഠിക്കാൻ മിടുക്കിയ, എല്ലാറ്റിനും A+. കൊള്ളാം. ഇനിയിപ്പോൾ ഏത് കോഴ്സിന് വിടണമെന്നൊരു ഡൗട്ട്. മാഷ് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, മാഷിനൊരു ഉപദേശം അത്യാവശ്യമാണ്. അതിപ്പോൾ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് സയൻസ് സ്ട്രീമാണ് നല്ലത്. അവൾ പഠിച്ച് ഡോക്ടർ ആവട്ടെടോ, നമുക്ക് പറയാനൊരു ഗമയുമായില്ലേ. ഇനിയിപ്പോൾ ഡോക്ടർ പഠിത്തം ശരിയായില്ല എങ്കിൽ നേഴ്സിങ്ങിന് പോകട്ടെ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ജോലിയാണ് നേഴ്സിംഗ്. നല്ല ശമ്പളവും ജോലിയും പെട്ടെന്ന് കിട്ടും. പാസ്സായി കഴിഞ്ഞാൽ ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓ, അതാ നല്ലത്. മോളോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും പറയണം. താൻ പാതി ദൈവം പാതി എന്നല്ലേ. അത് ശരി.
ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അവൾ പെട്ടെന്ന് യൂറോപ്പിലോ അമേരിക്കയിലോ ചെന്നെത്തും. പിന്നെ കാശിൻ്റെ കളിയല്ലേടോ. എടോ, പെൺമക്കളെ പൂവിട്ട് പൂജിക്കണം. നമ്മുടെ നാട് രക്ഷപ്പെട്ടത് തന്നെ നമ്മുടെ പെൺകുട്ടികൾ നഴ്സിംഗ് പഠിച്ച് യൂറോപ്പിലും അമേരിക്കയിലും പോയതുകൊണ്ടാണ്. മിക്കവാറും പെൺമക്കളുള്ള മാതാപിതാക്കൾ ഇപ്പോൾ എല്ലാവരും അമേരിക്കയിലും യൂറോപ്പിലുമാണ്. താനും പോടോ അമേരിക്കയിൽ. പിന്നെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ തന്നെ പഠിപ്പിക്കണം. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പരമാവധി വിടരുത്. വളരെ ഉപകാരം മാഷേ. മാഷല്ലേ, കയറിയോ? നമസ്കാരം ഡെന്നി സാറേ. ആരാ അത് ടെന്നീസ് ചായ? അത് നമ്മുടെ ഔസേപ്പ് മാഷാണ് റീനെ. ഓ, നമ്മുടെ ഉപദേശി ഔസേപ്പ് മാഷ്. അച്ചായന് എന്തേലും ഉപദേശം തരാൻ വന്നതായിരിക്കും. റീനെ, താനിങ്ങോട്ടൊന്ന് വന്നേ. അപ്പോ മാഷ് പറഞ്ഞു വരുന്നത്, ടോണിക്കുട്ടൻ എടുക്കനാ. ടോണിക്കുട്ടൻ എനിക്കെൻ്റെ സ്വന്തം മോനെ പോലെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി അല്പം മോശമായ കൂട്ടുകാരുമൊത്ത് കാണാൻ പാടില്ലാത്ത ചില ചുറ്റുപാടുകളിൽ ഞാൻ അവനെ കണ്ടു. അതൊന്ന് സാറിനോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അവൻ കുട്ടിയല്ലേ, ചിലപ്പോ ഒന്ന് ഓർമ്മപ്പെടുത്താനാ ഞാനിങ്ങോട്ട് വന്നത്. മാഷേ, എൻ്റെ മോൻ ടോണി മോൻ ഈ ഭാഗത്തുള്ള കുട്ടികളിലെല്ലാം മിടുക്കനാണ്. അവനെ കാണാനും നല്ലതാണ്. അവൻ സ്പോർട്സിലും എല്ലാം അവൻ ഒന്നാമനാണ്. അത് റീന പറഞ്ഞത് ശരിയാണ് മാഷേ. ആ, ശരി മോനെ, പോയിട്ട് വാ. മാഷ് കണ്ടില്ലേ, എൻ്റെ മോനാ അത്. അമ്മേ, ശരി. പിന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അല്പം മുമ്പിൽ തന്നെയാണ് മാഷേ. അതിൻ്റെ അസൂയ നാട്ടുകാർക്ക് നല്ലോണം ഉണ്ട്. മാഷേ, അത് റീന പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊന്നും പലർക്കും അത്ര പിടിക്കുന്നൊന്നുമില്ല. മാഷിനും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. മാഷി ഉപദേശിയുടെ പണിയൊക്കെ നിർത്തി സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കും. പിന്നെ മാഷിന് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. അല്ല പിന്നെ വിനാശകാലേ വിപരീത ബുദ്ധി. സാറ് ക്ഷമിക്കണം. അച്ചായ, ഈ ഉപദേശി ഔസേപ്പ് മാഷിന് ഒരു മുട്ടൻ പണി കൊടുക്കണം. അത് ശരിയാ റീനെ. എത്ര കാശ് പോയാലും കുഴപ്പമില്ല. ആ കോളേജ് പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് ഈ ഉപദേശി മാഷിന്റെ കോളേജിലെ പണി തെറിപ്പിക്കണം. അത് റീന പറഞ്ഞത് വളരെ ശരിയാ. ഈന ബെച്ചിക്ക് മരപ്പട്ടിക്കൂട്ട്. കഷ്ടം.
മാഷ് കടന്നു വരൂ, ഇരിക്കൂ. മാഷ്ക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നു? എന്തൊക്കെ പ്രോബ്ലംസാണ് സാറേ? തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതും നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അതേ ചെയ്തിട്ടുണ്ട്. ആളെ തെറ്റും കേൾക്കുമ്പോഴേക്കും കയറെടുക്കരുത് പക്ഷേ. ചട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും. പോത്തിന്റെ ചെവിയിൽ വേദമൂതിയിട്ട് എന്താ കാര്യം? മാഷിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഓർഡറാണ്. എനിക്ക് തരാൻ വിഷമമുണ്ട്, പക്ഷേ You were hereby suspended from your duties with immediate effect pending a full investigation into a serious allegation of defamation. മാഷ് എന്തെങ്കിലും പറയൂ മാഷെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും സാറേ. മാഷേ ഒരു ലോട്ടറി എടുക്ക്. ജോസൂട്ടി, തൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചാൽ പിന്നെ രാവിലെ ചായ കുടിക്കാൻ പൈസ ഉണ്ടാവില്ല. തനിക്കറിയാലോ എൻ്റെ ജോലി പോയ കാര്യം. ഇത് വിഷു ബമ്പറാ, ഇന്നൊരു ടിക്കറ്റും ചിലവായിട്ടില്ല. സാരമില്ലടോ, തൻ്റെ കയ്യിൽ നിന്ന് ഒരു വിഷു ബമ്പർ ലോട്ടറി വാങ്ങിയേക്കാം. കാലത്തെ ചായ കൂടി അങ്ങോട്ട് വേണ്ടെന്ന് വയ്ക്കാം. പിന്നെ വിഷു എൻ്റെ ബർത്ത്ഡേയും കൂടിയാണല്ലോ. മാഷേ, ആ ഡെന്നീസ് മുതലാളിയും ഭാര്യയും ഭയങ്കര അഹങ്കാരികളാ. മാഷ് എന്തിനേലും അതൊക്കെ ഇടപെടാൻ നടക്കണം? കണ്ടത് പറഞ്ഞാൽ കഞ്ഞി കിട്ടാത്ത കാലം. ജോസൂട്ടി, ഒരു ജീവിതമല്ലേ ഉള്ളൂ. നാളെ നമ്മളെ മറ്റുള്ളവർ ഓർക്കുന്നത് നമ്മൾ പറഞ്ഞ നല്ല വാക്കുകൾ ഓർത്തിട്ടായിരിക്കും. പിന്നെ ആർക്കും അവരുടെ മക്കളെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല. എല്ലാവർക്കും അവരുടെ മക്കൾ വലുതല്ലേ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ. എനിക്കതിലൊന്നും ഒരു വിഷമവുമില്ല. നമസ്കാരം. നമസ്കാരം. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? അതെന്താ മാഷേ, ചായ കുടിക്കുന്നില്ലേ? പൈസ ഇല്ല. അത് സാരമില്ല മാഷേ. മാഷ് എന്താ വേണ്ടെന്ന് വെച്ച് വാങ്ങിച്ച് കഴിക്കി. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തോളാം. ഗ്രേസി, റോട്ടിൽ കൂടി ഒരുപാട് പോലീസ് വണ്ടികൾ പോകണുണ്ടല്ലോ. മാഷ് അറിഞ്ഞില്ലേ? നമ്മുടെ ഡെന്നിസ് സാറിൻ്റെ മോനില്ലേ, ആളെ ഇന്നലെ MDMA-യുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ചെക്കിങ്ങിനിടയിൽ നിർത്താതെ പോയ കാറ് പോലീസ് ചേസ് ചെയ്താണ് പിടിച്ചത്. അപ്പോൾ കാർ ഓടിച്ചിരുന്നത് ഡെന്നിസ് സാറിൻ്റെ മകൻ ടോണി ആയിരുന്നു. കൂടെ അവൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ വില വരുന്ന MDMA കാറിൽ നിന്നും പോലീസ് കണ്ടെടുത്തു എന്നാണ് കേട്ടത്. കൂടുതൽ തെളിവെടുപ്പിനായി ടോണിയെ അവൻ്റെ വീട്ടിലോട്ട് പോലീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡെന്നിസ് മുതലാളിയുടെ വീടിന് ചുറ്റും പോലീസും മീഡിയയും നാട്ടുകാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അല്പം മുമ്പാണ് പോലീസ് വണ്ടികൾ മടങ്ങിപ്പോയത്. വാളെടുത്തവൻ വാളാൽ. മാഷ് അവർ കാരണമല്ലേ മാഷിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഏതായാലും
ഞാൻ ഡെന്നി സാറിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. പിന്നെ ഞാനൊരു വിഷു ബമ്പർ ലോട്ടറി എടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റിന് സമ്മാനം കിട്ടിയാലേ ഇതിന്റെ പകുതി തനിക്കുള്ളതാണ്. മാഷേ, മാഷെ ക്ഷമിക്കണം, ഞങ്ങൾ വലിയ തെറ്റാണ് ചെയ്തത്. എൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. മാഷെ, ഞങ്ങളോട് ക്ഷമിക്കില്ലേ മാഷെ? ഡെന്നി സാർ വിഷമിക്കണ്ട, ടോണിക്കുട്ടൻ എടുക്കന. അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്യിക്കണം. എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവും. എത്ര നല്ല മാഷല്ലേ. നീ അറിഞ്ഞോ, ഈ പ്രാവശ്യം വിഷു ബമ്പർ അടിച്ചത് കൊരട്ടിക്കാരനാണ്. ആ 10 കോടിയുടെ വിഷു ബമ്പറോ? അതെ. നമസ്കാരം മാഷേ. നമസ്കാരം. ഇന്നലെ നറുക്കെടുത്ത വിഷു ബമ്പറിന്റെ 10 കോടിയുടെ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഞാൻ എടുത്ത ടിക്കറ്റിലാണ്. മാഷിനോ? പിന്നെ ആ ടിക്കറ്റിന് ഒരവകാശിയും കൂടിയുണ്ട്. ഈ നിൽക്കുന്ന ഗ്രേസി. ഞാനോ? പൈസ ഇല്ലാതെ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം തന്ന ആളാണ് ഗ്രേസി. അന്ന് ഞാൻ ഗ്രേസിയോട് പറഞ്ഞിരുന്നു, ഈ ലോട്ടറി ടിക്കറ്റിന് സമ്മാനം അടിച്ചാൽ അതിൻ്റെ പകുതി ഗ്രേസിക്കുള്ളതാണ്. ഗ്രേസി, പെട്ടെന്ന് വരും, നമുക്ക് ബാങ്കിൽ പോയി ടിക്കറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാം. എടോ നോക്കടോ, ഇതാണ് നട്ടലുള്ളൊരാണ്, നാട്ടുകാരുടെ അഭിമാനമായ ഔസേപ്പ് മാഷ്.